ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, വൺ നേഷൻ വൺ ഇലക്ഷൻ അങ്ങനല്ലേ? അതെ. വരുമോ, പ്രാവർത്തികമാകുമോ ഇന്ത്യയിൽ? വരാനുള്ള എല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്, വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായാൽ അത് BJPക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്, BJP സംബന്ധിച്ചിടത്തോളം മുന്നിൽ നിർത്താൻ ഒരു വലിയ നല്ല നേതാവിനെ ഇല്ലാത്തത് കൊണ്ട് മോദി കാ ഗ്യാരണ്ടി, നരേന്ദ്രമോദി തന്നെയായിരുന്നു ചർച്ചാ വിഷയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നാൽ ഈ പറയപ്പെടുന്ന രീതിയിൽ BJPക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. എന്താണ് BJPക്ക് വൺ നേഷൻ വൺ ഇലക്ഷനിലൂടെ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മുന്നേറ്റം? അങ്ങനെ നമുക്ക് തീർച്ചയായും പറയാൻ പറ്റില്ല. കാരണം ഒരേ സമയത്ത് ഇലക്ഷൻ നടന്നാൽ ഒരേ പാറ്റേണിൽ ജനങ്ങൾ വോട്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനൊരു എക്സാമ്പിൾ ആണ് മഹാരാഷ്ട്ര ലോക്സഭാ ഇലക്ഷന് കോൺഗ്രസ് മുന്നണിക്ക് മഹാവികാസ് അഘാഡിക്ക് വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ രീതിയിൽ അവർ വോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ജനങ്ങള് ഇഷ്യൂസ് വ്യത്യസ്തമാണ്. അത് ഞാൻ നോക്കട്ടെ, നമ്മളിപ്പോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്താൽ ഈ വാർഡിലെ സ്ഥാനാർത്ഥി അത്യാവശ്യം കൊള്ളാവുന്ന ഒരാളാണെങ്കിൽ ഈ ബ്ലോക്കിലെയും ജില്ലയിലെയും സ്ഥാനാർത്ഥിക്ക് കുറച്ച് വോട്ട് ഷെയർ കൂടുതലാണ്. ഒരുപക്ഷെ വാർഡ് പരാജയപ്പെടുമ്പോൾ അതിനനുസരിച്ച് ഈ ബ്ലോക്കും ജില്ലയും ഒക്കെ പരാജയം സംഭവിച്ചു. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ വരണം. ഇപ്പം കേരളത്തിലെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുക. ഒരുപാട് പേർ ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരുപാട് പേർക്ക് നരേന്ദ്രമോദി സർക്കാരിനെയും നരേന്ദ്രമോദിയും വലിയ ഇഷ്ടമാണ്. പക്ഷെ കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് താല്പര്യമില്ലാത്തതുകൊണ്ടും കേരള നേതൃത്വത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടും അവർ വോട്ട് ചെയ്യാറില്ല. അവര് അങ്ങനെയുള്ളവർ കൂടുതൽ വോട്ട് ചെയ്യുക കോൺഗ്രസിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മൊത്തത്തിൽ എടുക്കുമ്പോൾ അത് BJPക്ക് ഒരു മുൻതൂക്കം കിട്ടാനുള്ള ഇടയാകില്ലേ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തീർത്തും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നത്തെ കാര്യം, നരേന്ദ്രമോദിക്ക് എന്നും ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഒരു ഇന്ത്യൻ പൗരനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും രാഷ്ട്രീയമായി എന്ത് ചിന്തിക്കണമെന്നറിയാം. കേന്ദ്രത്തിന് അവർ ഒരു പ്രിഫറൻസ് ആയിരിക്കും, സെറ്റ് ഓഫ് ഐഡിയാസ് ആയിരിക്കും. സംസ്ഥാന ഇലക്ഷൻ വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും. പിന്നെ ഇപ്പോ രാംനാഥ് കോവിന്ദിന് കമ്മിറ്റിയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് ഈ ലോക്സഭ ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും നടത്തി കൃത്യം 90 ദിവസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ ലോക്കൽ ബോഡി ഇലക്ഷൻസും നടത്തുക എന്നുള്ളതാണ്. അപ്പോ ഇതിനെല്ലാത്തിനും ജനങ്ങൾ വ്യത്യസ്തമായിരിക്കും വോട്ട് ചെയ്യുന്നത്. അപ്പോ ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ്, ഇത് ഇന്ത്യയിൽ നിലവിൽ വന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്, ഒരു വോട്ടർ നിലയിൽ പറയുവാണെങ്കിൽ 2 തവണ നമ്മൾ വോട്ട് ചെയ്യാൻ പോകണ്ട, ഒറ്റ തവണ. കാരണം ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മളെല്ലാവരും പുറത്തു പോകുന്ന ആൾക്കാരും ചിലപ്പോൾ പുറത്തു പോകുന്ന ജോലിക്കാരുണ്ടാവും. അപ്പോൾ ഈ വോട്ടർ ടേൺ ഔട്ട് കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ 70-75 എന്നുള്ള രീതിയിൽ നിന്ന് ഒരു 80-85ലേക്ക്, കാരണം ഒറ്റ അടിക്ക് തന്നെ 2 രീതിയിൽ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ വലിയ രീതിയിൽ നമ്മൾക്ക് റിസോഴ്സ് മൊബിലൈസേഷൻ വേണ്ടി വരും. ഇപ്പോൾ തന്നെ 2019 ലോക്സഭ ഇലക്ഷന്റെ സമയത്ത് 1.2 lakh crore ആണ് അവർ പറയുന്നത്. അത്രയും പൈസ ചെലവാക്കി ഇലക്ഷന് വേണ്ടിയിട്ട്. 2019 കണക്കുകളാണ്, കണക്കിൽപ്പെടാത്ത അതിന്റെ എത്രയോ ഇരട്ടിയാണ്. 60,000 കോടി രൂപ 2019 ലോക്സഭ ഇലക്ഷനിൽ ഇത് തന്നെ അവർ അസംബ്ലി ഇലക്ഷനും ചെലവാക്കുന്നുണ്ട്. കണക്കിൽപ്പെടാത്തതും പെട്ടതും. അപ്പോൾ ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, നമ്മുടെ രാജ്യം എപ്പോഴും ഇലക്ഷൻ മോഡിലാണ്. ഒരു കേന്ദ്ര സർക്കാർ ആണെങ്കിലും അവര് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് ഒരു 4 സംസ്ഥാനത്തിൽ ഇലക്ഷൻ വരും. അപ്പോൾ അവർക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരും. പിന്നെ കുറച്ച് കളയുമ്പോൾ ഒരു 4 സംസ്ഥാനത്തിൽ ഇലക്ഷൻ വരും. ഈ രാജ്യം എപ്പോഴും ഈ ഇലക്ഷൻ മോഡിലാവുമ്പോൾ തന്നെ അതൊരു ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കാണെങ്കിലും. പിന്നെ ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടല്ലോ. അതിന്റെ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ലോക്സഭ ഇലക്ഷന് 2 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പ്രഖ്യാപിക്കും. പിന്നെ 2 മാസത്തേക്ക് ഗവൺമെന്റിന് പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റാൻഡ് സ്റ്റിലാവും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും സംസ്ഥാന ഇലക്ഷൻ വരും, അപ്പോഴും 2 മാസം പോകും. അപ്പോൾ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചോളം 4 മാസം അങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് ഇത് നേരെ പകുതിയായിട്ട് മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു പിടിച്ചുവെപ്പ് ഉണ്ടല്ലോ അവിടെ, ഒരു 2 മാസം. അതിനും അപ്പുറത്തേക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഈ ബൈ ഇലക്ഷനുകൾ നടക്കും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ, വോട്ടർമാരായിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ് വടകര. ഈ വടകരയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമ്മൾ കണ്ടു ഒരുപാട് പ്രവാസികൾ ടിക്കറ്റ് എടുത്ത് ഷാഫി പറമ്പിലിന് വേണ്ടി വോട്ട് ചെയ്യാൻ വന്നവരൊക്കെ കണ്ടു. അതുപോലെ ഇപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്തും ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്തും നമ്മൾ കണ്ടതാണ് പ്രവാസികൾ ഒരുപാട് പേര് വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ നിയമസഭയിൽ നിന്ന് രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കുക, ലോക്സഭയിൽ നിന്ന് രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുക, ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരിടത്തേക്ക് രാജിവെച്ച് പോയി മത്സരിക്കുക, ഇത്തരത്തിലുള്ള ഒരു പ്രവണത നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റിയില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടല്ലേ ഈ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം അതിനകത്തുണ്ടാവും?
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വീണ്ടും ബൈ ഇലക്ഷൻ വരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് വന്നു, അതിനുശേഷം പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു. ഇത്രത്തോളം പൈസ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇപ്പോ നിയമപരമായി കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. 2 സ്ഥലത്തോ 3 സ്ഥലത്തോ ഒക്കെ അത് സത്യം പറഞ്ഞാൽ നിയമം കൊണ്ട് നിരോധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത്രത്തോളം പൈസയാണ് നമ്മുടെ ടാക്സ് പേഴ്സിന്റെ മണി ഇങ്ങനെ വേസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ ഒരു ജനവിഭാഗം വേണ്ട എന്ന് വെക്കുന്ന ഒരാളെ മറ്റൊരു ജനവിഭാഗം വേണമെന്ന് വെക്കും എന്ന ചിന്തയിലാണ് ഈ രണ്ടിടത്ത് മത്സരിക്കുന്നത്. ഇവരിതിനകത്ത് വേണമെന്ന് ഒരാളെങ്കിലും അല്ലെങ്കിൽ 1% ആളുകളെങ്കിലും വേണ്ട എന്ന് വെക്കുന്ന ഒരാളെ മറ്റൊരിടത്ത് നിന്ന് ജയിപ്പിച്ച് അവിടെ കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു വിരോധാഭാസം. ഇപ്പൊ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ രാഹുൽ ഗാന്ധി മാറി, പകരം പ്രിയങ്ക ഗാന്ധി വന്നു. അവരുടെ ഷോർട്ട് സീറ്റാണ്. എന്നാൽ പോലും അവിടെ ഉണ്ടായ ഈ 3 മുന്നണികൾക്കും ചെലവാക്കേണ്ടി വന്ന ഒരു പണം, സർക്കാരിന് ആ ഇലക്ഷൻ സംഘടിപ്പിക്കാൻ വേണ്ടി വന്ന പണം, അവിടുത്തെ സാധാരണക്കാരന്റെ ജോലി കാര്യങ്ങൾ ഒക്കെ മറ്റൊരു വിധത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഇത് വരുമാന മാർഗമാണെങ്കിൽ പോലും അത് തടയപ്പെടേണ്ട ഒന്നല്ലേ. അതും കൂടി ഈ പറയപ്പെടുന്ന വൺ ഇന്ത്യ വൺ ഇലക്ഷൻ അല്ലെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിൽ കൊണ്ടുവരാൻ ഈ സർക്കാർ തയ്യാറാകും? തയ്യാറാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയക്കാരാണല്ലോ, രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോ അത് അത്രത്തോളം അക്സെപ്റ്റബിൾ ആവില്ല. നമ്മൾക്ക് ഡിമാൻഡ് ചെയ്യാം, നമ്മൾ പബ്ലിക്കാണ്, നമ്മൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് 2 സ്ഥലത്തോ 3 സ്ഥലത്തോ നിൽക്കാം, വീണ്ടും നടക്കും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിൽ പെടുമോ? 90 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കണം എന്നാണ്. അതായത് നിയമസഭയും ലോക്സഭയും കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിലായിരിക്കും ലോക്കൽ ബോഡി ഇലക്ഷൻ. ഇപ്പൊ നോക്കൂ, ഇത് ഈ ഇലക്ഷനുകളെല്ലാം തമ്മിൽ ഒരു വർഷത്തിന് മുകളിൽ ഗ്യാപ്പുണ്ട്. കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരു വർഷവും 3 മാസവും കഴിയുമ്പോഴത്തേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പിന്നീട് ഒരു 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ ഇതും പല ഘട്ടങ്ങളിലാണ്. അപ്പോ ഈ പല സർക്കാരുകൾക്കും കാലാവധി പൂർത്തിയാക്കാതെ പുറത്തു പോകേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് വരില്ലേ? വൺ നേഷൻ വൺ ഇലക്ഷനിലൂടെ അതൊരു പ്രശ്നമാണ്. അത് നമ്മളെ ഏറ്റവും വലിയ ക്രിട്ടിക് അതാണ്. ഈ നടുക്ക് വെച്ച ഒരു ഇലക്ഷൻ വേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അത്രത്തോളം റിസോഴ്സസ് വേസ്റ്റ്ഫുൾ ആവില്ലേ? പക്ഷേ ഇതിന് നെഗറ്റീവ്സ് ഉണ്ട്, അത് ശരിയാണ്, വലിയൊരു വാലിഡ് പോയിന്റ് ആണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 1952 മുതൽ 1967 വരെ രാജ്യത്ത് വൺ നേഷൻ വൺ പോൾ ഇലക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി, കാരണം ഗവൺമെന്റ് തന്നെ പറയുന്നത് ഇതൊരു വലിയ റിഫോം ആണ്. അപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു റിസ്ക് എടുക്കുന്നത് തെറ്റില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇതിനകത്ത് തന്നെ ഈ UDF അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ജയിച്ചാൽ അത് അവരുടെ വിജയവും, പരാജയപ്പെട്ടാൽ അത് EVM-ന്റെ പരാജയം, EVM-ൽ തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ സ്വാഭാവികമായും ഈ ഇത്രത്തോളം വലിയൊരു സംവിധാനം ഒരുക്കുമ്പോൾ, ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നാട്ടിലെ EVM-കളെ ബാധിക്കുന്നത്, അതായത് അതിനുവേണ്ടി വലിയൊരു തുക ഇലക്ഷൻ കമ്മീഷൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് EVM സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ EVM വേണ്ട, ഞങ്ങൾക്ക് ബാലറ്റ് മതി എന്ന് ഈ ഇടയ്ക്ക് ഖാർഗെ വീണ്ടും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രീതിയിൽ കൂടി ഒരു മാറ്റം ഇതിലൂടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ EVM എതിരെയുള്ള ഒരു സമരം അല്ലെങ്കിൽ അവരുടെ സംസാരം, ഇതൊക്കെ വെറും ഗിമിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോ കാർത്തി ചിദംബരത്തിന്റെ അദ്ദേഹം പറഞ്ഞു എനിക്ക് EVM-ലെ ട്രസ്റ്റ് ആണ്. അപ്പൊ ഓപ്പോസിഷൻ ഡിവൈഡഡ് ആണ്. കാരണം EVM ഒരു ഇലക്ട്രിക് ഡിവൈസ് ആണെങ്കിലും കണക്റ്റഡ് അല്ലെന്ന് ഒരു കാരണവശാലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ എല്ലാ ഇലക്ഷനും NDA അല്ലല്ലോ ജയിക്കുന്നത്, കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസ് ജയിക്കുമ്പോൾ അത് അവരുടെ വിജയവും, പരാജയപ്പെടുമ്പോൾ EVM മിഷന്റെ പ്രശ്നമാണ്. ഇലക്ഷൻ കമ്മീഷൻ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പൊ നമ്മുടെ അവർക്ക് അവരുടേതായ പവേഴ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോ ഇങ്ങനെ റിഡിക്കുലസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കൊണ്ടുവരുമ്പോഴത്തേക്കും UPA ഗവൺമെന്റ് മുന്നണിക്ക് തന്നെയാണ് അതിന്റെ ഒരു ക്ഷീണം വരിക. കാരണം ജനങ്ങൾ EVM-നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ അതിന് വിശ്വാസ്യതയുണ്ട്. ഓക്കെ, എന്തായാലും ഇന്ത്യ മാറുകയാണ് പല ഘട്ടങ്ങളിലും. വികസനത്തിന്റെ കാര്യം, ഈ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് നോട്ടമിട്ടിരിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം അതെ, ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ പ്രായോഗികമാകുമോ ഇല്ലയോ എന്നുള്ളത്.